സ്നേഹത്തിന്റെയും നന്മയുടെയും ക്രിസ്തുമസ് ഇതായിട്ട് ചേർന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരേ മനസ്സോടുകൂടിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ക്രിസ്മസ് ഈസ് ഓൾസോ അബൌട്ട് സ്പ്രെഡിങ് സ്മൈൽ ആൻഡ് സ്പ്രെഡിങ് ലാഫ്റ്റർ. അപ്പോൾ ഒരുപാട് ചിരികൾ സമ്മാനിച്ചുകൊണ്ട് ഈ ഡിസംബറിന്റെ തണുപ്പിൽ നല്ല ചൂടുള്ള തമാശകൾ ആസ്വദിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് രാവുകളും ഇനി നക്ഷത്ര തിളക്കമുള്ള ഫൺസ് ഫോൺ എ ടൈം വേർഷൻ 2-നോടൊപ്പം ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേഷ് പിഷാരടി ഓൺ ടു ദി സ്റ്റേജ്. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ക്രിസ്മസ് അമ്മൂമ്മേനെ ആദ്യമായിട്ടാണ് ഈ കൊല്ലത്തിൽ കണ്ടിട്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ദൈവപുത്രൻ ജനിച്ചു, അതിൻ്റെ ഒരു സന്തോഷം നാടെങ്ങും ഇങ്ങനെ അറിയിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഓർക്കുന്നു, അല്ലെങ്കിൽ അത് ഇത്ര വിശ്വാസമായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും സങ്കടപ്പെടുന്നവരോടൊപ്പം സങ്കടപ്പെട്ടവരോടൊപ്പം അവർക്കെല്ലാം ഒരൽപ്പം സന്തോഷം പകർന്നു കൊടുത്തുകൊണ്ടാണ് ദൈവപുത്രൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇനിയൊരു നല്ല കാലം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതല്ല. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന, നമ്മളിപ്പോൾ പണമായിട്ടാണ് അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാക്കുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നതെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കും കൊടുത്ത ആൾക്കും ഒരുപോലെ ലഭിക്കുന്നത് സന്തോഷം എന്നൊന്നാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പരിപാടി പങ്കുവെക്കുന്നത് എപ്പോഴും സന്തോഷമാണ്. ചിരി പങ്കുവെക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പങ്കുവെക്കലുകളാണ്. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അമൃത ടിവിയുടെയും രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സിന്റെയും ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഫുൾ ടീം അംഗങ്ങളുടെയും പേരിലുള്ള ക്രിസ്തുമസ് ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സന്തോഷം കൊണ്ട് വരുന്ന ആൾ, സാന്താക്ലോസ് എന്ന് പറയുന്ന ആൾ ഒരുപാട് ഗിഫ്റ്റുകൾ, തോളത്തൊരു ഭാണ്ഡം നിറയെ സമ്മാന പൊതികളെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലെ? അങ്ങനെ ഒരുപാട് തമാശയുടെ സമ്മാന പൊതികൾ കുറെ നാളുകളായി മലയാളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, സന്തോഷത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഒരാളായി നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരാൾ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീ ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടാ സ്വാഗതം. ഞാൻ ഇന്നസെന്റ് ഏട്ടൻ ആദ്യത്തെ സീസണിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഓണക്കാലത്ത് മാവേലിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇന്നസെന്റ് ഏട്ടനാണ്. മാവേലിയും നമുക്ക് വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ തരുന്ന ഒരാളാണ്. ക്രിസ്മസിന്റെ എപ്പിസോഡിലും ഇന്നസെന്റ് ഏട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. അപ്പം മാവേലിയായിട്ട് എന്നെ കൊണ്ടുവരാം എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു സത്യസന്ധനായ മുഖമുള്ള ഒരാള് വേണം. അതായത് മഹാബലി എന്ന് പറയുമ്പോൾ ഒരു കള്ളന്റെ പോലെയുള്ള ഒരാളായ പറ്റൂ? ഒരിക്കലും. അപ്പോൾ മലയാള സിനിമയിൽ അവർ പലരും നോക്കി, ഞാൻ തന്നെ കുറ്റം പറയല്ല, പലരും നോക്കി, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, മുകേഷ്, ജഗദീഷ്, അങ്ങനെ അവർ നോക്കിയപ്പോൾ ദൈവം ഈശ്വര, ഇതല്ലേ മഹാബലി. അതുകൊണ്ടാണ് കള്ളവുമില്ല ചതിയുമില്ല.